Dear students, we have discussed the changes in human life during Mesolithic age in the last class. In the period subsequent to Mesolithic age, man began to use polished stone tools. This period is called the Neolithic age. മധ്യശിലായുഗത്തിന് ശേഷം മനുഷ്യൻ മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് വന്നത്. ഈ കാലഘട്ടത്തെയാണ് നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം എന്ന് പറയുന്നത്. The beginning of the cultivation was the major progress in this period that dates around 8,000 years back. കൾട്ടിവേഷൻ ആരംഭിച്ചു, കൃഷി ആരംഭിച്ചു എന്നതാണ് ഈ കാലത്തിന്റെ പ്രധാന സവിശേഷത. The change from food gathering to food production is a landmark in the history of human life. ഫുഡ് ഗാദറിംഗിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷനിലേക്ക്, ഭക്ഷ്യ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് കടന്നു വന്നു എന്നതാണ് ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷതയായ നവീന ശിലായുഗത്തിന്റെ സവിശേഷത. എൻവയോൺമെന്റൽ ചേഞ്ചസ്, സ്കാർസിറ്റി ഓഫ് ഫുഡ്, പോപ്പുലേഷൻ ഗ്രോത്ത് etc. are pointed out as the major reason that led to cultivation. കൾട്ടിവേഷനിലേക്ക് നമ്മെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? എൻവയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാം, സ്കാർസിറ്റി ഓഫ് ഫുഡ്, ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടിരിക്കാം, അതുപോലെ തന്നെ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം കൾട്ടിവേഷനിലേക്ക് മനുഷ്യനെ നയിച്ച പ്രധാന ഘടകമാണ് കാരണമാണെന്ന് നമുക്ക് പറയാം. Man began to cultivate and settle down in the river valleys. അങ്ങനെ മനുഷ്യൻ കൃഷി ആരംഭിച്ചു. In the Neolithic age, human beings began to rear animals for food. They began a settled life for the purpose of cultivation and domestication of animals. Wheat, barley, jute, different kinds of tubers, paddy, plantain, etc. were the major crops of that age. നവീന ശിലായുഗ മനുഷ്യൻ മൃഗങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ഇണക്കി വളർത്താൻ തുടങ്ങി. കൂട്ടമായി ജീവിക്കുക അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുക എന്നതിന്റെ പ്രധാന കാരണം കൃഷിക്ക് വേണ്ടിയും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസിന് വേണ്ടിയിട്ടുമായിരുന്നു. വീറ്റ്, ബാർലി, ജൂട്ട്, അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ട്യൂബറുകൾ, പാഡി, പ്ലാന്റെയിൻ എന്നിവയൊക്കെ ഇക്കാലത്തെ പ്രധാനപ്പെട്ട കാർഷിക വിഭവങ്ങളായിരുന്നു. ഹാവ് യു ഹേർഡ് ഓഫ് എടക്കൽ കേവ്സ്? Where is it located? Yes, you know, in Wayanad district, Kerala. Edakkal is a major Neolithic site in Kerala. Observe the pictures given to you in your textbook. In those days, wheels were used to carry goods from one place to another. The development of cultivation and permanent settlement lead to a collective life. അക്കാലത്ത് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം വസ്തുക്കൾ, ചരക്കുകളെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തെ കൊണ്ടുപോകുന്നത് എളുപ്പമാക്കി. ഇത് കാർഷിക മേഖലയുടെ വികസനത്തിനും ഒപ്പം സ്ഥിര താമസത്തിനുമായിട്ടുള്ള ഒരു കൂട്ടായ ജീവിതം നയിക്കുന്നതിനും പ്രധാനമായിട്ടുള്ള കാരണമായി എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് ഈ നിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യന്റെ സാങ്കേതിക പുരോഗതിയെ സംബന്ധിച്ചുള്ള ഒരു സൈൻ ബോർഡ് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫ്രം ദി പിക്ചർ ഗിവൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, യു ക്യാൻ ഐഡന്റിഫൈ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഇൻ നിയോലിത്തിക് ഏജ്. വാട്ട് ആർ ദേ? വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് were used there. Wooden wheels were used for making pottery. Ornaments were made of stone, wood, and bone. Harpoons and fishing hooks were used for fishing. Sharpened and polished stone tools were used. Made pots of clay. Rafts were used for water transportation. Plowshare and spade were made of wood. Cloths woven out of jute fibers were sewn using needles fashioned from bones. ഇതെല്ലാം ആ കാലഘട്ടത്തിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസിന് ഉദാഹരണങ്ങളാണ്. ഒപ്പം the lake village in Switzerland are another example for the technological progress attained by the Neolithic man.
നിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യൻ നേടിയ സാങ്കേതിക പുരോഗതിയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ സ്വിറ്റ്സർലാൻഡിൽ കണ്ടുവന്നിരുന്ന തടാക ഗ്രാമങ്ങൾ എന്നത്. These dwellings in the lake were constructed using logs, animal skin and mud. Walls and houses built of stone in the Neolithic age were discovered from Jericho in Palestine. പലസ്തീനിലെ ജെറിക്കോ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് മനുഷ്യന്റെ ഈ നിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥിതി ഈ കെട്ടിടങ്ങളുടെ വീടിന്റെ പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. During the Neolithic age, human life spread far and wide. എന്തുകൊണ്ടായിരിക്കാം ഈ നിയോലിത്തിക് ഏജിൽ മനുഷ്യന്റെ വാസം വളരെ വിദൂര സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണം? പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് കോൺസിക്വന്റ് നെസസിറ്റി ഫോർ കൾട്ടിവബിൾ ലാൻഡ് ആൻഡ് ഹാബിറ്റബിൾ ലാൻഡ് വേർ ദ മേജർ കോസ് ഫോർ ദിസ്. ഒന്ന് കാർഷിക ജനസംഖ്യാ വർധനവാണ്, മറ്റൊന്ന് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയും താമസത്തിന് അനുയോജ്യമായ ഭൂമിയും തേടിയുള്ള ഒരു അന്വേഷണം. ഇത് നിയോലിത്തിക് മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥിതികൾ വളരെ വിശാലമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഒപ്പം വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റഡ് ദ മൈഗ്രേഷൻ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള മൈഗ്രേഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ടേഷന്റെ സൗകര്യം കൂടി പറയുന്നുണ്ട്. In your textbook, a table given to you for find out the changes that occurred during the Neolithic age from the Paleolithic age. പാലിയോലിത്തിക് കാലഘട്ടത്തിൽ നിന്നും നിയോലിത്തിക് കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉള്ള മാറ്റങ്ങൾ, അത് ടൂൾസിൽ, ഒക്കുപേഷൻ, ഫുഡ് ഗാദറിംഗ്, സെറ്റിൽഡ് ലൈഫ്, ആനിമൽ ഹസ്ബൻഡറി, പോൾട്രി ആൻഡ് ടെക്നോളജി, ഈ മേഖലകളിലുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പട്ടിക പൂർത്തിയാക്കാൻ തരുന്നുണ്ട്. ആ ടേബിൾ ഈ പാലിയോലിത്തിക് ഏജിനെയും നിയോലിത്തിക് ഏജിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും പൂർത്തിയാക്കേണ്ടതാണ്. Then, Chalcolithic age. The Chalcolithic age was a transition period from Stone Age to Metal Age. ശിലായുഗത്തിൽ നിന്നും ഈ ലോഹയുഗത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കുക. ഇൻ അഡീഷൻ ടു സ്റ്റോൺ ടൂൾസ്, കല്ലുകൊണ്ടുള്ള ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് ഒപ്പം തന്നെ ദ പീപ്പിൾ ഓഫ് ദിസ് പീരീഡ് മെയ്ഡ് കോപ്പർ ടൂൾസ് ആസ് വെൽ. ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ കൂടി ഈ കാലത്തെ ജനങ്ങൾ ഉപയോഗിച്ചു. Let us see the major sites of Chalcolithic age. Çatalhöyük in Turkey is a major site from where evidence for human life in the Neolithic and Chalcolithic age. നിയോലിത്തിക് കാലഘട്ടത്തിൽ നിന്നും ചാൽക്കോലിത്തിക് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലുള്ള മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് തെളിവ് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് തുർക്കിയിലെ ചാതൽഹൊയൂക്ക് എന്ന് പറയുന്ന സൈറ്റ്. Ancient forms of urban settlement existed in this site. The major remains discovered here are ruins of dwellings. The huts were built using mud bricks. The residues of wheat and barley have been discovered here. Pictures were drawn on the walls of the hut. Excavations are still in progress in this extensive and ancient. There are several places in the Indian subcontinent from where the features of the Chalcolithic age have been excavated. Please identify the places from the map given in your textbook. Mehrgarh in Balochistan is a major Chalcolithic site in the Indian subcontinent. Wheat and barley were cultivated there. Houses with ovens were built of mud bricks. The improved tools helped the progress in social life. This led to invention of metal tools. ഈ ശിലകളിൽ നിന്നുള്ള ആയുധങ്ങളിൽ നിന്നും അത് അപ്ഡേഷൻ ചെയ്ത് പിന്നെ മെറ്റൽ ലോഹ ആയുധങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടു. Let us conclude. Stone age can be divided as Paleolithic age, Mesolithic age, Neolithic age and Chalcolithic age. Paleolithic age were crude stone tools used. Bimbetka, Altamira, Lascaux, etc. are the examples of Paleolithic sites. Mesolithic age, where micro stone tools were used. Bagger, Adamgar,
etc. are the major sites of Mesolithic age. Neolithic age, polished stone tools were used. Edekal, Jericho, etc. are the major site of Neolithic age. Then Chalcolithic age, stone and copper tools were used. Meherget and Chadal Huyuk are the major sites of Chalcolithic age. Okay, thank you.